ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നല്ല പോപ്പുലർ ആയിട്ടുള്ള സ്ട്രീറ്റ് സ്റ്റൈൽ ചില്ലി ചിക്കനാണ്. ഇത് കാണാൻ തന്നെ എത്ര ടെംപ്റ്റിംഗ് ആയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഒരു തവണ ഉണ്ടാക്കിയാൽ നിങ്ങൾ വീണ്ടും വീണ്ടും ചില്ലി ചിക്കൻ ഉണ്ടാക്കും. ഇത് കഴിക്കാൻ തുടങ്ങിയാൽ ഇങ്ങനെ വായിലേക്ക് നിർത്താതെ പൊയ്ക്കൊണ്ടിരിക്കും. അത്ര ടേസ്റ്റി ആൻഡ് യമ്മിയാണ് ഈ റെസിപ്പി. റെസ്റ്റോറൻറ്റിലൊക്കെ പോയി ചില്ലി ചിക്കൻ നമുക്ക് സ്റ്റാർട്ടേഴ്സ് ആയിട്ട് കിട്ടും. ഇനി അടിപൊളി ചിക്കൻ സ്റ്റാർട്ടർ നമുക്ക് വീട്ടിൽ തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാം. വീട്ടിൽ ഗസ്റ്റ് വരുമ്പോൾ ഇതുണ്ടാക്കി കൊടുത്താൽ ഇത് കഴിച്ചിട്ട് അവർ നിങ്ങളെ വാക്കുകൾ കൊണ്ട് പുകഴ്ത്തും. ഇനി താമസിക്കാതെ നമുക്ക് ചില്ലി ചിക്കൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി നമുക്ക് 250 ഗ്രാം ചിക്കൻ ബോൺലെസ് എടുക്കാം. അത് ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ 1/2 ടേബിൾ സ്പൂൺ ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 2 ടേബിൾ സ്പൂൺ മൈദ, 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ വിനീഗർ, 1 മുട്ട ഇട്ട് നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്യാം. ചിക്കൻ നല്ലതുപോലെ ഈ മിക്സിൽ കോട്ടാവണം. എന്നിട്ട് നമുക്ക് ഈ ചിക്കൻ ഒരു 30 മിനിറ്റ് മാറ്റി വയ്ക്കാം. മിനിറ്റിന് ശേഷം ഒരു കടായിൽ നമുക്ക് കുറച്ച് എണ്ണ ചൂടാക്കാം. അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഓരോന്നായി ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മൾ ചിക്കൻ വറുത്തെടുക്കേണ്ടത്. ഒരുപാട് മൂക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് മൂത്താൽ ചിക്കൻ സോഫ്റ്റ് ആയിട്ടിരിക്കില്ല, കട്ടിയായിട്ടും കുറച്ച് റബ്ബറി ആയിട്ടും ഇരിക്കും. ഇതിപ്പം പരുവത്തിന് മൂത്തിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇതുപോലെ ബാക്കിയുള്ള ചിക്കൻ എല്ലാം ഇട്ട് നമുക്ക് വറുത്ത് മാറ്റി വയ്ക്കണം. അതിനുശേഷം നമ്മൾ വറുത്ത എണ്ണയിൽ നിന്ന് കുറച്ച് എണ്ണ മാറ്റാം. ഇപ്പം നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ മതി. എണ്ണ ഓൾറെഡി ചൂടായിട്ടിരിക്കുകയാണ്. ഇതിൽ നമ്മൾ 3 അരിഞ്ഞ പച്ചമുളക്, 2 ടേബിൾ സ്പൂൺ ഉള്ളിയിലയുടെ വെള്ളഭാഗം, 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നീളത്തിൽ അരിഞ്ഞ ക്യാപ്സിക്കം ഒരെണ്ണം ഇട്ട് ഹൈ ഫ്ലെയിമിൽ 1 മിനിറ്റ് വഴറ്റാം. ഫ്ലെയിം എപ്പോഴും ഹൈയിൽ തന്നെ ഇരിക്കണം. എന്നിട്ട് നമ്മളിതിൽ 1 ടേബിൾ സ്പൂൺ ഷെസ്വാൻ സോസ്, 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ഇട്ട് മിക്സ് ചെയ്യാം. ഈ 2 സോസ് ചേർക്കുമ്പോൾ തന്നെ നമുക്ക് ഫുഡ് സെൻറ്ററിൽ കിട്ടുന്ന നല്ല മണം വരും. എന്നിട്ടിപ്പോൾ 2 ടേബിൾ സ്പൂൺ അരിഞ്ഞ ഉള്ളിയിലയുടെ പച്ചഭാഗം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മളൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിപ്പം ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിൽ ചിക്കൻ ഒന്ന് വെന്ത് ഈ കോൺഫ്ലവറിൻ്റെ മിക്സിൽ ഒന്ന് കുറുകി വരും. ഒരുപാട് ഡ്രൈ ആക്കരുത്. കുറച്ച് സോസി ആയിട്ട് വേണം നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യേണ്ടത്. അവസാനമായി കുറച്ച് ഉള്ളി ഇലയും കൂടെ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്ട്രീറ്റ് സ്റ്റൈൽ ചില്ലി ചിക്കൻ റെഡിയായി. ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യണം. ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയറും ചെയ്യണം. വീണ്ടും പുതിയ റെസിപ്പിയായി വരുന്നതുവരെ ബൈ ഫ്രം സിമ്പിൾ കുക്കിംഗ് ലാബ്.